ഓം കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധഃ അഥ ചതുർത്രിംശത്തമോധ്യായഃ. ഈ അധ്യായത്തിൽ സുദർശന മോക്ഷവും ശംഖചൂഡ വധവുമാണ് വർണ്ണിച്ചിരിക്കുന്നത്. ആദ്യം നമുക്ക് സുദർശന മോക്ഷം നോക്കാം. ശ്ലോകം 1. ശ്രീശുക ഉവാച ഏകദാ ദേവയാത്രായാം ഗോപാലാജാത കൗതുകാഃ അനോഭിരനടു ദ്യുക്തൈ പ്രയയുസ്തേ അംബികാവനം. ഏകദാ ദേവയാത്രായാം ഗോപാലാഃ ജാതകൗതുകാഃ അനോഭിഃ അനടുദ്യുക്തൈഃ പ്രയയുഃ തേ അംബികാവനം. ഏകദാ ഒരിക്കൽ ദേവയാത്രായാം ദേവന്റെ യാത്രയിൽ, അതായത് മഹാദേവന്റെ യാത്രാ മഹോത്സവം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തിൽ ജാത കൗതുകാഃ ഉത്സാഹമുള്ളവരായ തേ ഗോപാലാഃ ആ ഗോപന്മാർ അനടുദ്യുക്തൈ കാളകളെ പൂട്ടിയ അനോഭിഹി വണ്ടികളോടുകൂടി അംബികാവനത്തെ പ്രാപിച്ചു. അപ്പോൾ മഹാദേവന്റെ യാത്രാ മഹോത്സവം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് മധുര പട്ടണത്തിൻ്റെ പടിഞ്ഞാറ് വശത്തുള്ള അംബികാവനം എന്ന് പേരുള്ള വിശേഷ തീർത്ഥസ്ഥലത്തിലേക്ക് ഗോപന്മാര് കൃഷ്ണനും കൂടെ വണ്ടിയിൽ അങ്ങോട്ട് പോവുകയാണ്. ഏകദാ ദേവയാത്രായാം ഗോപാല ജാത കൗതുകാഃ അനോഭിരനടുദ്യുക്തൈ പ്രയയുസ്തേ അംബികാവനം. ശ്ലോകം 2. തത്ര സ്നാത്വാ സരസ്വത്യാം ദേവം പശുപതിം വിഭോ ആനർച്ചുർ അർഹണൈ ഭക്ത്യാ ദേവീം ച നൃപതേ അംബികാം. അവിടെ ആ സ്ഥലത്തുകൂടി സരസ്വതി നദിയാണ് ഒഴുകുന്നത്. അപ്പോൾ അവിടെ അവർ സ്നാനം ചെയ്തു. എന്നിട്ട് അവിടെയുള്ള ആ ക്ഷേത്രത്തിൽ അവിടെ പരമശിവനെയും പാർവതിയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ഉത്സവത്തിൽ പങ്കെടുക്കാൻ വേണ്ടി അവർ പോയി. അവർ ഗന്ധധൂപാദി ദീപാദികൾ കൊണ്ട് ഭക്തിയോടെ പൂജിക്കുന്നു. അതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. നൃപതേ, ഹേ രാജാവേ, തത്ര അവിടെ സരസ്വതി നദിയിൽ സ്നാത്വ കുളിച്ചിട്ട് വിഭു സർവവ്യാപിയും ദേവം പ്രകാശസ്വരൂപനുമായ പശുപതി ആരാണ്? പരമേശ്വരനെയും അംബികാദേവിയെയും ഭക്തിയോടുകൂടി അർഹണൈ പൂജാസാധനം കൊണ്ട് ആനർച്ചു പൂജിച്ചു. അപ്പോൾ ക്ഷേത്രത്തിൽ ചെന്ന് അവിടെ സരസ്വതി നദിയിൽ കുളിച്ചിട്ട് ഭഗവാനെ പൂജിക്കുകയാണ്. എന്നിട്ട് അവരെ പ്രാർത്ഥിക്കും. മഹാദേവന പരമശിവൻ ഞങ്ങളുടെ നേരെ പ്രസാദിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് അവർ ഇത് കഴിയുമ്പോൾ ബ്രാഹ്മണർക്ക് ദാനം കൊടുക്കണം. പശുക്കൾ, അതുപോലെ ഭക്ഷണം, സ്വർണം, വസ്ത്രങ്ങൾ, മധുരം, ഇങ്ങനെയൊക്കെ ബഹുവിധ ദാനങ്ങളും എല്ലാം നൽകി. അതാണ് അടുത്ത ശ്ലോകത്തിൽ. ഈ ശ്ലോകം കൂടെ വായിച്ചിട്ട് തത്ര സ്നാത്വാ സരസ്വത്യാം ദേവം പശുപതിം വിഭു ആനർച്ചുർ അർഹണൈ ഭക്ത്യാ ദേവീം ച നൃപതേ അംബികാം. ശ്ലോകം 3. ഗാവോ ഹിരണ്യം വാസാംസി മധുമധുന്യമാതൃതാഃ ബ്രാഹ്മണേഭ്യോ ദദതു സർവേ ദേവോ ന പ്രീയതാമിതി. ദേവൻ നഹ ഞങ്ങളുടെ നേരെ പ്രിയതാം, ഞങ്ങളുടെ നേരെ
പ്രസാദിക്കണമേ എന്നവർ അവിടെ ചെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇത് എന്ന് ആദരവുള്ളവരായ എല്ലാവരും എന്ത് ചെയ്തു? ഗാവഹ പശുക്കളെയും, ഹിരണ്യം സ്വർണത്തെയും, വാസാംസി വസ്ത്രത്തെയും, മധുരത്തെയും, മധുവന്നം മധുരത്തോടുകൂടിയ അന്നം ബ്രാഹ്മണർക്കായിക്കൊണ്ട് ദാനം ചെയ്തു. അവിടെ പൂജിച്ച് കഴിഞ്ഞിട്ട് ബ്രാഹ്മണർക്ക് വസ്ത്രങ്ങളും അതുപോലെ ആഭരണങ്ങളും മധുരപലാരങ്ങളും എല്ലാം കൊടുത്തു. ഗാവോ ഹിരണ്യം വാസാംസി മധുമധുവന്ന മാതൃദാഹ ബ്രാഹ്മണേഭ്യോ ദദു സർവേ ദേവോ ന പ്രിയതാമിതി. ശ്ലോകം 4. ഊഷു സരസ്വതീ തീരെ ജലം പ്രാശ്യ ധൃതവൃതാഹ രജനീം ത്വം മഹാഭാഗ നന്ദസുനന്ദകാദയ. മഹാഭാഗന്മാരായ നന്ദ സുനന്ദക ആദയ. നന്ദൻ സുനന്ദൻ, നന്ദഗോപരൻ്റെ അനുജനാണ് സുനന്ദകൻ. അപ്പം നന്ദ സുനന്ദക ആദയ മുതലായവർ വ്രതത്തോടു കൂടിയവരായി ജലം പ്രാശ്യ കുടിച്ചിട്ട് താം രജനി ആ രാത്രിയെ സരസ്വതീ തീരെ സരസ്വതിയുടെ കരയിൽ ഊഷുകു താമസിച്ചു. അപ്പോൾ ഇവരെന്ത് ചെയ്തു? ഇവരൊക്കെ വെള്ളം മാത്രം കുടിച്ച് വ്രതം ആചരിക്കുകയാണ്. അന്ന് രാത്രിയായിപ്പോയി അവിടുത്തെ പൂജ എല്ലാം കഴിഞ്ഞപ്പോൾ. അപ്പോൾ രാത്രി എന്ത് ചെയ്തു? ആ സരസ്വതിയുടെ തീരത്തിൽ അവർ താമസിച്ചു. ഊഷു സരസ്വതീ തീരെ ജലം പ്രാശ്യ ധൃതവൃതാഹ രജനീം തം മഹാഭാഗ നന്ദസുനന്ദകാദയ. ശ്ലോകം 5. കശ്ചിത് മഹാൻ അഹി തസ്മിൻ വിപിനെ അതിബുഭുക്ഷിതഃ യദൃച്ഛയാ ആഗതോ നന്ദം ശയാനമുരഗോ അഗ്രസീത്. കശ്ചിത് മഹാൻ അഹിഹി തസ്മിൻ വിപിനെ അതിബുഭുക്ഷിതഃ യദൃച്ഛയാ ആഗതഃ നന്ദം ശയാനം ഉരഗഃ അഗ്രസീത്. തസ്മിൻ വിപിനെ ആ കാട്ടിൽ അതിബുഭുക്ഷിതഃ ഭക്ഷണത്തിന് അധികം ആഗ്രഹമുള്ള വിശന്ന മഹാൻ ഉരഗഃ ഒരു വലിയ ഉരകം സർപ്പം. കശ്ചിതഹി ഒരു സർപ്പം. ഇഴഞ്ഞു നടക്കുന്നതിനാണ് ഉരകം എന്ന് പറയുന്നത്. ഇവിടെ ഇഴഞ്ഞു നടക്കുന്ന കശ്ചിതഹി ഒരു സർപ്പം യാദൃച്ഛികമായിട്ട് ആഗത അവിടെ എത്തി. ശയാനം ഉറങ്ങിക്കിടക്കുന്ന നന്ദഗോപരെ അഗ്രസീത്. നന്ദഗോപരുടെ കാലിനെ കടിച്ചു. കാല് സർപ്പത്തിൻ്റെ വായിലായി. കശ്ചിത് മഹാനഹി തസ്മിൻ വിപിനെ അതിബുഭുക്ഷിത യദൃച്ഛയാഗതോ നന്ദം ശയാനമുരവോ അഗ്രസീത്. ശ്ലോകം 6. സചുക്രോശാഖിനാഗ്രസ്ത കൃഷ്ണ മഹാനയം സർപ്പോ മാം ഗ്രസതേ താത പ്രപന്നം പരിമോചയ. അപ്പോൾ നന്ദഗോപരുടെ കാലിൽ ഈ സർപ്പം പിടിച്ചപ്പോൾ അദ്ദേഹം കടന്ന് വിളിച്ചു. എന്താണ്? താതാ, ഹേ താതാ, ഹേ കൃഷ്ണ, അല്ലയോ കുട്ടി കൃഷ്ണ. അപ്പൊ കൃഷ്ണ എന്ത് ചെയ്തു? അഹിന സർപ്പത്താൽ ഗ്രസിക്കപ്പെട്ട സഹാവൻ നന്ദഗോപർ കൃഷ്ണ, ഹേ കൃഷ്ണ, താതാ, അയം മഹാൻ സർപ്പ, ഈ വലിയ പാമ്പ് മാം എന്നെ ഗ്രസതേ എന്നെ വിഴുങ്ങാൻ പോവുകയാണ്. പ്രപന്നം ശരണാഗതനായ എന്നെ പരിമോചയ വിടുവിച്ചാലും എന്ന് ചുക്രോശ നിലവിളിച്ചു. അപ്പോൾ പെരുമ്പാമ്പ് വിഴുങ്ങാൻ തുടങ്ങിയപ്പോൾ ഉറച്ചു കിടന്ന് കൃഷ്ണനെ വിളിക്കുകയാണ്. പാമ്പ് എന്നെ വിഴുങ്ങുന്നു, ഞാൻ നിന്നെ ശരണം പ്രാപിച്ചിരിക്കുന്നു, അതുകൊണ്ട് എന്നെ നീ രക്ഷിക്കണം. സചുക്രോശാഹിനാഗ്രസ്ത കൃഷ്ണ മഹാനയം സർപ്പോ മാം ഗ്രസതേ താത പ്രപന്നം പരിമോചയാം. ശ്ലോകം 7. തസ്യ ചാകൃതം ശ്രുത്വാ ഗോപാലാ സഹസോത്ഥിതാഃ ഗ്രസ്തശ്ച ദൃഷ്ട്വാ വിഭ്രാന്ത സർപ്പം വിവ്യധുർ ഉൽമുഖൈഃ. തസ്യ ച ആക്രന്ദിതം ശ്രുത്വാ, തസ്യ അവൻ്റെ ആക്രന്ദിതം നിലവിളിയെ, നന്ദഗോപരുടെ നിലവിളിയെ ശ്രുത്വാ കേട്ടിട്ട് ഗോപാലാഹ ഗോപന്മാർ സഹസ എല്ലാവരും ഉറങ്ങിക്കിടന്നതാണ്. ഉടനെ തന്നെ ഉദ്ധിത എഴുന്നേറ്റ് ഗ്രസതം ആ ഗ്രസിക്കപ്പെട്ടവനായിട്ട് ദൃഷ്ടുവ കണ്ടിട്ട്, നന്ദഗോപര് പാമ്പ് വിഴുങ്ങുന്നതായിട്ട് കണ്ടിട്ട് വിഭ്രാന്തം പരിഭ്രമിച്ച് സർപ്പം ഉൽമുഖൈഹി തീക്കൊള്ളികൾ കൊണ്ട്
വിവ്യധുഹു താടിച്ചു. അവർ തീക്കൊള്ളി എടുത്ത് ഈ പാമ്പിനെ അടിച്ചു. അപ്പോൾ കാലിലല്ല പിടി കിട്ടിയത്, നന്ദഗോപരുടെ കാലിനെയാണ് കടിച്ചു പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്തു? അവർ പെട്ടെന്ന് തന്നെ തീക്കൊള്ളി എടുത്ത്, നേരത്തെ തന്നെ അവർ തീ അവിടെ കത്തിച്ചിരുന്നു, കാരണം ദുഷ്ടജന്തുക്കൾ വരാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ജ്വലിക്കുന്ന തീക്കൊള്ളികൾ എടുത്ത് ഗോപന്മാർ പാമ്പിനെ അടിച്ചു. തസ്യ ചാക്രന്തിതം ശുദ്ധ്വാ ഗോപാല സഹസോത്ഥിതാഃ ഗ്രസ്തശ്ച തിഷ്ട്വാ വിഭ്രാന്ത സർപ്പം വിവ്യധുർ ഉൽമുഖൈഃ. ശ്ലോകം 8. അലാദൈർദഹ്യമാനോപി നാമുഞ്ചത് തമുരംഗമാ തം അസ്പൃശത് പദാഭേത്യ ഭഗവാൻ സാത്വതാംപതിഃ. അലാതൈഃ ദഹ്യമാനഃ അപി. അലാതൈ തീക്കൊള്ളികളാൽ ദഹ്യമാന അപി ദഹിക്കപ്പെടുന്നതായിട്ടും ഉരംഗമഹ സർപ്പം തം അവനെ മുഞ്ച് വിട്ടില്ല. അപ്പം തീക്കൊള്ളികളുകൊണ്ട് അടിച്ചിട്ടും സർപ്പം നന്ദഗോപരുടെ കാലിനെ വിട്ടില്ല. സാത്വതാം ഭക്തന്മാരുടെ പാലകനായ ഭഗവാൻ ഈശ്വരൻ കൃഷ്ണൻ അഭേത്യ അവിടെ സമീപത്ത് പെട്ടെന്ന് വന്നു. കൃഷ്ണൻ ഓടി വന്നു. തം അവനെ കാൽ കൊണ്ട് അസ്പൃശം, കാൽ കൊണ്ടൊന്ന് ചവിട്ടി. ഇപ്പം പാമ്പിൻ്റെ പുറത്ത് ഭഗവാൻ വന്ന് കാലെടുത്ത് വെച്ചു. അലാദൈർദഹ്യമാനോപി നാമുഞ്ചത്തമുരംഗമാ തം അസ്പൃശത് പാദേഭ്യ ഭഗവാൻ സാത്വതാംപതിഃ. ശ്ലോകം 9. സ വൈ ഭഗവതാ ശ്രീമത് പാദസ്പർശഹദാശുഭ ഭേജേ സർപ്പവപുർഹിത്വാ രൂപം വിദ്യാധരാർച്ചിതാം. സഹ വൈ ഭഗവത ഭഗവാന്റെ ശ്രീമത് പാദസ്പർശ ഹദാശുഭ, ശ്രീമത്തായ പാദം കൊണ്ടുള്ള സ്പർശത്താൽ ഹദാശുഭ നശിക്കപ്പെട്ട അശുഭത്തോട് കൂടിയ സഹ അവൻ സർപ്പവപു സർപ്പദേഹത്തെ ഹിത്വ ഉപേക്ഷിച്ചു. അപ്പോൾ ഉടനെ തന്നെ ഭഗവാന്റെ പാദസ്പർശം ഉണ്ടായതും ആ സർപ്പം എന്ത് ചെയ്തു? സർപ്പദേഹം പോയിട്ട് പിന്നെ എന്തോന്നായി മാറി? വിദ്യാധരാർച്ചിത, വിദ്യാധരന്മാരിൽ ശ്രേഷ്ഠനായിരിക്കുന്ന രൂപം, ആകൃതിയെ ഭേജ്, ഒരു വിദ്യാധരനായിട്ട് മാറി. അപ്പോൾ സർപ്പം പെട്ടെന്ന് തന്നെ ഒരു വിദ്യാധരൻ്റെ രൂപം പ്രാപിച്ചു. സ വൈ ഭഗവതാ ശ്രീമത് പാദസ്പർശഹുദാശുഭ ഭേജേ സർപ്പവപുർഹിത്വാ രൂപം വിദ്യാധരാർച്ചിതം. ശ്ലോകം 10. തം അപൃച്ഛത് ഹൃഷീകേശ പ്രണതം സമുപസ്ഥിതം ദീപ്യമാനേന വപുഷാ പുരുഷം ഹേമമാലിനം. തം അപൃച്ഛത് ഹൃഷീകേശഃ പ്രണതം നമസ്കരിച്ച് ദീപ്യമാനേന ഏറ്റവും പ്രകാശിക്കുന്ന വപുഷ ദേഹത്തോടെ സമുപസ്ഥിതം ഏറ്റവും സമീപത്ത് നിൽക്കുന്ന. അപ്പോൾ ആ പാമ്പ് ഉടനെ തന്നെ അധികം പ്രകാശിക്കുന്ന ശരീരത്തോടുകൂടി അടുത്ത് നിൽക്കുകയാണ്. എന്തോന്നാണ് ധരിച്ചിരിക്കുന്നത്? ഹേമമാലിന, സ്വർണമാല ധരിച്ചവൻ, നല്ല സുന്ദരനായ തമ്പുരുഷൻ. ആ പുരുഷനോട് ഋഷികേശക ഭഗവാൻ അപൃച്ഛത് ചോദിച്ചു. അപ്പോൾ പാമ്പ് പെട്ടെന്ന് തന്നെ ഒരു സുന്ദര പുരുഷനായിട്ട് മാറി. സ്വർണമാലയൊക്കെ ധരിച്ച് ആ ഭഗവാന്റെ മുമ്പിൽ നിന്നപ്പോൾ ഭഗവാൻ അവനോട് ചോദിച്ചു. തമപൃച്ഛത് ഹൃഷീകേശ പ്രണതം സമുപസ്ഥിതം ദീപ്യമാനേന വപുഷാ പുരുഷം ഹേമമാലിനം. ശ്ലോകം 11. കോ ഭവാൻ പരയാ ലക്ഷ്മ്യാ രോചതേ അത്ഭുത ദർശനഃ കഥം ജുഗുപ്സിതാമേതാം ഗതിം വാ പ്രാപിതോ വശഃ. കഹ ഭവാൻ പരയാ ലക്ഷ്മ്യാ രോചതേ അത്ഭുത ദർശനഃ. അത്ഭുതമായ ദർശനത്തോടുകൂടിയ ഭവാൻ അങ്ങ് പരയ അത്യുത്കൃഷ്ടമായ ലക്ഷ്മിയ ശോഭയാൽ രോചതയെ പ്രകാശിക്കുന്നു. അപ്പോൾ അങ്ങ് നല്ല ശോഭയോടുകൂടി പ്രകാശിക്കുകയാണ്. കഹ അങ്ങ് ആരാകുന്നു? ജുഗുപ്സിതം നിന്ദിതമായ ഏതാം ഗതി, ഈ അവസ്ഥയെ, ഈ പാമ്പിൻ്റെ രൂപത്തെ അവശനായിട്ട് കഥം വാ എങ്ങനെ പ്രാപിക്കപ്പെട്ടു? എങ്ങനെ അങ്ങ് ഈ പാമ്പായി മാറിയത്? കോ ഭവാൻ പരയാ ലക്ഷ്മ്യാം
രോചതോത്ഭുത ദർശന കഥം ജുഗുപ്സിതാമേതാം ഗതിം വാ പ്രാപിതോ വശക. അപ്പോൾ സർപ്പം പറയാണ്, സർപ്പ ഉവാച 12 അഹം വിദ്യാധര കശ്ചിത് സുദർശന ഇതി ശ്രുത ഷിയാ സ്വരൂപ സമ്പത്യ വിമാനേന അചരം ദിശ. അഹം വിദ്യാധര കശ്ചിത് സുദർശന ഇതി ശ്രുത. അഹം ഞാൻ സുദർശന ഇതി ശ്രുത. സുദർശനൻ എന്ന് പ്രസിദ്ധനായ കശ്ചിത് വിദ്യാധര ഒരു വിദ്യാധരനാണ്, ഒരു ഗന്ധർവനാണ് ഞാൻ. സ്വരൂപ സമ്പത്യ സ്വരൂപത്തിൻ്റെ സമ്പത്ത് കൊണ്ടുള്ള ശ്രീയ ശോഭയോടുകൂടി വിമാനേന വിമാനത്തിൽ കൂടി ദിശക ദിക്കുകളെ അജരൻ സഞ്ചരിക്കുകയായിരുന്നു. അപ്പം ഞാനൊരു ഗന്ധർവനാണ്, എൻ്റെ പേര് സുദർശനനാണ്. ഭയങ്കര സൗന്ദര്യത്തോടുകൂടിയ ഞാൻ വിമാനത്തിലിരുന്നിങ്ങനെ ദിക്കുകൾ തോറും സഞ്ചരിക്കുകയായിരുന്നു. അഹം വിദ്യാധര കശ്ചിത് സുദർശന ഇതി ശ്രുത ശ്രീയാസ്വരൂപ സമ്പത്യ വിമാനേന അചരം ദിശ. ശ്ലോകം 13 ഋഷീൻ വിരൂപാൻ അങ്കിരസ പ്രാഹസം രൂപദർപ്പിത തൈറിമാം പ്രാപ്തിതോ യോനിം പ്രലപ്തൈ സ്വേന പാപ്മന. ഋഷീൻ വിരൂപാൻ അങ്കിരസഃ പ്രാഹസം രൂപദർപ്പിത സൗന്ദര്യത്താൽ ഗർവിഷ്ഠനായ ഞാൻ സുന്ദരനായ ഒരു ഗന്ധർവനായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? വിരൂപാൻ സൗന്ദര്യമില്ലാത്തവരായ അങ്കിരസഹ ഋഷി അങ്കിരസിൻ്റെ വംശത്തിൽപ്പെട്ട ഋഷിമാരെ പ്രാഹസം അവരെ ഞാൻ പരിഹസിച്ചു. അപ്പോൾ ഋഷിമാരാണല്ലോ, സൗന്ദര്യമൊന്നും കാണൂലല്ലോ, ജടയും താടിയൊക്കെ വളർത്തിയിരിക്കുകയല്ലേ, അവരെ പരിഹസിച്ചു. സ്വേന പാപ്ന എൻ്റെ പാപം നിമിത്തം. അപ്പോൾ അവർക്ക് ദേഷ്യം വന്ന് അവരെന്ത് ചെയ്തു? പ്രലപ്ത ഉപഹസിക്കപ്പെട്ട തൈഹി അവരാൽ ഇമാം യോനി ഈ യോനിയെ പ്രാപിക്കപ്പെട്ടു. അപ്പോൾ അവർ പറഞ്ഞു, നീ ഒരു പാമ്പായി മാറട്ടെ എന്നവർ എന്നെ ശപിച്ചു. സർപ്പയോനിയിൽ ജനിക്കട്ടെ എന്നവരെന്നെ ശപിച്ചു. ഋഷീൻ വിരൂപാനങ്കിരസ പ്രാഹസം രൂപദർപ്പിത തൈറിമാം പ്രാപിതോ യോനിം പ്രലപ്തൈസേന പാപ്മനാം. ശ്ലോകം 14 ശാപോ മേ അനുഗ്രഹായൈവം ഹൃദസ്ഥൈ കരുണാത്മഭിഃ യദഹം ലോകഗുരുണ പദാസ്പൃഷ്ടോ ഹതാശുഭഃ. ശാപഃ മേ അനുഗ്രഹായ ഏവം കൃത തൈഹി കരുണാത്മഭിഃ കരുണാശീലരായ തൈഹി അവരാൽ മഹർഷിമാരാൽ ഏവം ഇപ്രകാരം മേ എനിക്ക് അനുഗ്രഹത്തിനുണ്ട് ശാപം ചെയ്യപ്പെട്ടു. അപ്പോൾ എൻ്റെ അനുഗ്രഹം മഹാന്മാർ ചെയ്യുന്ന ശാപമെല്ലാം അനുഗ്രഹത്തിനായിരിക്കും. അപ്പോൾ എനിക്ക് അവരെ ശാപം തന്നിട്ട് അവർ ശാപമോക്ഷവും തന്നു. യാതൊന്ന് ഹേതുവായിട്ട് അഹം ഞാൻ ലോകഗുരുണ ലോകപൂജ്യനായ അങ്ങയാൽ കാൽ കൊണ്ട് സ്പർശിക്കപ്പെട്ടവനായി ഹതാശുഭക ഹനിക്കപ്പെട്ട അശുഭത്തോടു കൂടിയവനായി ഭവിച്ചു. അപ്പോൾ അവർ ശാപം കൊടുത്തിട്ട് പറഞ്ഞു, ലോകപൂജ്യനായ ഭഗവാന്റെ പാദസ്പർശം ഉണ്ടാകുമ്പോൾ നിനക്ക് ശാപമോക്ഷം കിട്ടും എന്നും അവർ പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ അങ്ങയുടെ പാദസ്പർശം കിട്ടിയപ്പോൾ എനിക്ക് ശാപമോക്ഷവും കിട്ടി. ശാപോമേ അനുഗ്രഹായൈവം ഹൃദസ്ഥൈ കരുണാത്മഭിഃ യദഹം ലോകഗുരുണ പദാസ്പൃഷ്ട ഹുതാശുഭഃ. ശ്ലോകം 15 തം ത്വാഹം ഭവഭീതീനാം പ്രപന്നാനാം ഭയാപകം ആവൃച്ചേ ശാപനിർമുക്ത പാദസ്പർശാത് അമീവഹൻ പാദസ്പർശാത് അമീവഹൻ എന്ന് വെച്ചാൽ പാപത്തെ നശിപ്പിക്കുന്നവനെ. ഭവഭീതീനാം സംസാരത്തിൽ നിന്ന് ഭയപ്പെട്ടവരും പ്രപന്നാന അങ്ങയെ ശരണം പ്രാപിച്ചവരുമായിരിക്കുന്നവരുടെ ഭയാഭകം ഭയത്തെ നശിപ്പിക്കുന്നവനായ തം ത്വ അങ്ങയോട് പാദസ്പർശനം ഹേതുവായിട്ട്
ശാപനിർമുക്ത, ശാപത്തിൽ നിന്നും മോചിപ്പിക്കപ്പെട്ട അഹം ഞാൻ ആപൃച്ഛേ അങ്ങയോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, അങ്ങയോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, എന്നെ പോകാൻ അനുവദിക്കണം. തം ത്വാഹം ഭവഭീതീനാം പ്രപന്നാനാം ഭയാപകം ആപൃച്ഛേ ശാപനിർമുക്തേ പാദസ്പർശാത് അമീവഹൻ. ശ്ലോകം 16. പ്രപന്നോസ്മി മഹായോഗിൻ മഹാപുരുഷ സത്പദേ അനുജാനീഹി മാം ദേവ സർവലോകേശ്വരേശ്വര. മഹായോഗിൻ, മഹത്തായ യോഗമുള്ളവനെ, മഹാപുരുഷ, ഹേ പുരുഷോത്തമ, സത്പദേ, ഭക്തന്മാരുടെ രക്ഷക, സർവലോക ഈശ്വരേശ്വര, സർവലോകത്തിൻ്റെയും ഈശ്വരൻ്റെയും ഈശ്വരനായ ദേവ, ക്രീഡാമാനുഷ, ലീലകളാടുന്ന മാനുഷ, പ്രപന്ന അസ്മി, ഞാൻ അങ്ങയെ ശരണം പ്രാപിക്കുകയാണ്. മാം, എന്നെ അനുജാനീഹി, എന്നെ അനുഗ്രഹിച്ച് അയച്ചാലും എന്ന് പറയുകയാണ്. പ്രപന്നോസ്മി മഹായോഗിൻ മഹാപുരുഷ സത്പദേ അനുജാനീഹി മാം ദേവ സർവലോകേശ്വരേശ്വര. ശ്ലോകം 17. ബ്രഹ്മദണ്ഡാട് വിമുക്തോഹം സദ്യസ്തേ അച്യുത ദർശനാം എന്നാമ ഗൃണ്ണൻ അഖിലാൻ ശ്രോത്രൂനു ഊനാത്മാനമേവ ച സദ്യ പുനാതി കിം ഭൂയ സത്യസ്പൃഷ്ടപദാഹിതേ. ബ്രഹ്മദണ്ഡാത് വിമുക്തഃ അഹം സദ്യഃ തേ അച്യുത ദർശനാത് യന്നാമ ഗൃണ്ണൻ അഖിലാൻ ശ്രോത്രൂൻ ആത്മാനമേവ സദ്യഃ പുനാതി കിം ഭൂയഃ തസ്യ സ്പൃഷ്ടഃ പദാ ഹി തേ. അച്യുത, ശ്രുതിയില്ലാത്തവനെ, സ്വരൂപത്തിൽ നിന്നും തെറ്റാതെ ഇരിക്കുന്നവനെ, തേ, അങ്ങയുടെ ദർശനം കൊണ്ട് തന്നെ അഹം ഞാൻ ബ്രഹ്മദണ്ഡാത് ബ്രാഹ്മണ ശാപത്തിൽ നിന്ന് സദ്യ ഉടനെ വിമുക്ത മോചിക്കപ്പെട്ടു. അപ്പോൾ അങ്ങയുടെ സ്പർശനം കൊണ്ട് ഞാനിതാ, ദർശനം കാഴ്ച കൊണ്ട് തന്നെ ഞാനിതാ ആ ബ്രാഹ്മണരുടെ ശാപത്തിൽ നിന്നും വിമുക്തനായിരിക്കുന്നു. എൻ നാമ, യാതൊരു തൻ്റെ നാമത്തെ ഗൃണ്ണൻ ഉച്ചരിക്കുന്നവൻ, ശ്രോത്രൂൺ കേൾക്കുന്ന, അഖിലാൻ സകലരെയും, ആത്മാനമേവച തന്നെയും സദ്യ ഉടനെ തന്നെ പുനാതി പരിശുദ്ധമാക്കുന്നു. തസ്യതേ അങ്ങയുടെ ആ നിന്തിരുവടിയുടെ പാദത്തിനാൽ സ്പർശിക്കപ്പെട്ടവനായിട്ട് കിം ഭൂയ പിന്നെ പറയണമോ. അപ്പോൾ അങ്ങ് മനുഷ്യരൂപം പ്രാപിച്ചിരിക്കുന്നുവെങ്കിലും അങ്ങ് സ്വരൂപത്തിൽ നിന്ന് അല്ലെങ്കിൽ ആത്മാവിൽ രമിക്കുന്നവനാണ്. സ്വരൂപഭൂതങ്ങളായ ജ്ഞാനവീരാദികളിൽ നിന്ന് അല്പവും തെറ്റാതെ ഇരിക്കുന്ന അല്ലയോ ഭഗവാനെ, അങ്ങയുടെ ദർശനമാത്രത്തിൽ തന്നെ ഞാൻ ബ്രാഹ്മണ ശാപത്തിൽ നിന്ന് മോചിക്കപ്പെട്ടു. ഇതിൽ ആശ്ചര്യമൊന്നുമില്ല. എന്തുകൊണ്ടെന്നാൽ അങ്ങയുടെ നാമം മാത്രം ഉച്ചരിക്കുന്ന പുരുഷൻ ആ നാമം കേൾക്കുന്ന സകല ജനത്തെയും തന്നെയും പരിശുദ്ധരാക്കുന്നു. നാമസങ്കീർത്തനമെസ്യ സർവപാപ പ്രണാശനം. ആ നാമസങ്കീർത്തനം, ഭഗവാന്റെ നാമസങ്കീർത്തനം കൊണ്ട് തന്നെ സകല പാപങ്ങളും ഇല്ലാതാകുന്നു, സകല ദോഷങ്ങളും ഇല്ലാതായി പരിശുദ്ധരാകുന്നു. അത്ര വൈഭവമുള്ള അങ്ങയുടെ പാദസ്പർശനം അനുഭവിക്കാൻ ഭാഗ്യം സിദ്ധിച്ച ഞാൻ പരിശുദ്ധനായി തീർന്നു എന്ന് പിന്നെ പറയണമോ. ബ്രഹ്മദണ്ഡാത് വിമുക്തോഹം സദ്യസ്തേ അച്യുത ദർശനാൻ എന്നാമ ഗൃണ്ണൻ അഖിലാൻ ശ്രോത്രൂൻ ആത്മാനമേവ ച സദ്യ പുനാതി കിം ഭൂയ തസ്യ സ്പൃഷ്ടപദാഹിതേ. ശ്ലോകം 18. ഇത്യനുജ്ഞാപ്യ ദാശാർഹം പരിക്രമ്യാഭിവന്ദ്യ ച സുദർശനോ ദിവം വ്യാദ കൃഷ്ണാത് നന്ദശ്ച മോചിതഃ. ഇതി അനുജ്ഞാപ്യ ദാശാർഹം. ഇത് ഇപ്രകാരം ദാശാർഹം കൃഷ്ണനോട് അനുജ്ഞാപ്യ അനുവാദം ചോദിച്ച ശേഷം പരിക്രമ്യ കൃഷ്ണനെ വലം വച്ച് അഭിവാദ്യം ചെയ്തിട്ട് സുദർശനൻ ദിവം ദോവിനെ
അതായത് സ്വർഗലോകത്തേക്ക് യാതഹ പോയി. നന്ദഗോപനും കൃഷ്ണ സങ്കടത്തിൽ നിന്ന് മോചിക്കപ്പെട്ടു. അപ്പം അങ്ങനെ സുദർശനൻ ഭഗവാനെ തൊഴുത് പ്രദക്ഷിണം വെച്ചതിന് ശേഷം സ്വർഗലോകത്തേക്ക് പോയി. നന്ദഗോപരും മോചിക്കപ്പെട്ടു. ഇത്യനുജ്ഞാപ്യദാശാർഹ പരിക്രമ്യാഭിവന്ദ്യ ച സുദർശനോ ദിവം വ്യാത കൃഷ്ണാനന്ദശ്ച മോചിത. അപ്പോൾ നമ്മൾ ആരെയും എന്ത് ഗർവ് വന്നാലും ആരെയും ആക്ഷേപിക്കാൻ പാടില്ല. ആക്ഷേപിച്ചു കഴിഞ്ഞാൽ അതിന് ഫലം കിട്ടും. അതിന് സൗന്ദര്യം കൊണ്ടാണ് ഈ സുദർശനൻ മതിമറന്നാണ് മുനിമാരെ, ഇത്രയും ഉത്കൃഷ്ട സ്ഥിതിയിലുള്ള മുനിമാരെ ആക്ഷേപിച്ചത്. അപ്പം അങ്ങനെ ആക്ഷേപിച്ചപ്പോൾ ആ സുദർശനന് അതിനുള്ള ഫലം കിട്ടി. അപ്പം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? എന്ത് നമുക്ക് സൗന്ദര്യമോ ധനമോ എന്തുണ്ടായാലും അതില്ലാത്തവരെ ആക്ഷേപിക്കാൻ പാടില്ല. ശ്ലോകം 19. നിശാമ്യ കൃഷ്ണസ്യ തദാത്മവൈഭവം വ്രജൗഹസോ വിസ്മിത ചേതസസ്തത സമാപ്യ തസ്മിൻ നിയമം പുനർവ്രജം നിർഭായയുസ്തത് കഥയന്ത ആദൃത. നൃപ അല്ലേ രാജാവേ, കൃഷ്ണന്റെ തത് ആത്മവൈഭവം, ആ മഹാത്മ്യത്തെ നിശാമ്യ കേട്ടിട്ട് വിസ്മിത ചേതസഹ ആശ്ചര്യപ്പെട്ട മനസ്സോടുകൂടിയ വ്രജൗഹസ. അപ്പോൾ ഇവരെല്ലാവരും പിന്നീട് ചെന്ന് അബ്രജവാസികളോട് ഇതെല്ലാം പറഞ്ഞു. അബ്രജവാസികൾ തസ്മിൻ ആ കാട്ടിൽ നിയമത്തെ സമാപ്യ അവസാനിപ്പിച്ചിട്ട്, അതായത് അവർ വ്രതമൊക്കെ അവസാനിപ്പിച്ചിട്ട് ആദരവുള്ളവരായി അതിനെ കഥയന്തം പറയുന്നവരായി പുനഃ പിന്നെ വ്രജം ഗോകുലത്തെ പ്രാപിച്ചു. അപ്പോൾ കൃഷ്ണന്റെ ഓരോ കഥകളും കാണുമ്പോൾ അവർ ആശ്ചര്യപ്പെട്ട് ആ കഥകളൊക്കെ മറ്റുള്ളവരോട് പറഞ്ഞ് അവർ കൃഷ്ണനെ പ്രകീർത്തിക്കുന്നു. അപ്പം അങ്ങനെ അവർ അംബികാവനത്തിൽ താമസിച്ചതിന് ശേഷം വ്രതമെല്ലാം കഴിഞ്ഞ് അത്യന്താദരവോടുകൂടി ആ കഥയെ അന്യോന്യം സംസാരിച്ചുകൊണ്ട് പിന്നെ അവർ ഗോകുലത്തിലേക്ക് പോകുന്നു. അപ്പോൾ അതാണ് സുദർശന മോക്ഷ കഥ. ഇനി അടുത്തത് ഒരു കഥയും കൂടെ ഇതിലുണ്ട്, ശംഖചൂഡവധം. കുറച്ചേ ഉള്ളൂ, അതും കൂടെ ഇന്ന് നമുക്ക് എടുക്കാം. ശ്ലോകം 20. കഥാചിദ്ദത ഗോവിന്ദോ രാമശ്ചാത്ഭുത വിക്രമൗ വിജഹ്രദുർ വനേ രാത്രിയാം മധ്യഗൗ വ്രജയോക്ഷിതാം. അനന്തരം കഥാചിത് ഒരിക്കൽ അത്ഭുത വിക്രമൗ ആശ്ചര്യമായ ശൗര്യമുള്ള രാമഃ ഗോവിന്ദഃ രാമനും കൃഷ്ണനും വനേ കാട്ടിൽ രാത്രിയിൽ വ്രജയോഷിതാം വ്രജസ്ത്രീകളുടെ മധ്യത്തിൽ നിൽക്കുന്നവരായിട്ട് വിജഹൃതു വിരഹിച്ചു. അപ്പോൾ അവര് ഗോപസ്ത്രീകളുമായിട്ട് വന്ന് പല ലീലകളൊക്കെ കളിച്ചുകൊണ്ട് ഒരു ദിവസം കാട്ടിൽ ബലരാമനും കൃഷ്ണനും നിൽക്കുകയായിരുന്നു. ശ്ലോകം 21. ഉപഗീയമാനോ അല്ല, ശ്ലോകം ഒന്നുകൂടെ വായിച്ചിട്ട്. കഥാചിത ഗോവിന്ദോ രാമച്ചാത്ഭുത വിക്രമോ വിജഹൃതുർവനേ രാത്രിയാം മധ്യഗൗ വ്രജയോക്ഷിതാം. ശ്ലോകം 21. ഉപഗീയമാനോ ലളിതം സ്ത്രീജനൈർ ബദ്ധസൗഹൃദൈഃ സ്വലങ്കൃതാൻ ഉപലപ്താംഗൗ ശ്രഗണൗ വിരജോ അംബരൗ. ഉപഗീയ മാനൗ ലളിതം സ്ത്രീജനൈഃ ബദ്ധസൗഹൃദൈഃ ബന്ധിക്കപ്പെട്ട സ്നേഹത്തോടുകൂടിയ സ്ത്രീജനങ്ങളാൽ, അതായത് അതിസ്നേഹയുക്തകളായ സ്ത്രീകൾ ചുറ്റും നിന്ന് ലളിതം മനോഹരമാവും വണ്ണം ഉപഗീയമാനവും സമീപത്ത് നിന്ന് കീർത്തിക്കുന്നവരായി സ്വലങ്കൃതാനുപലപ്താംഗവും നല്ലവണ്ണം അലങ്കരിക്കപ്പെട്ട്, അതുപോലെ ശരീരത്തിലൊക്കെ നല്ല ലേപനങ്ങളൊക്കെ തേച്ച് ഷഗ്ഗുണവും ശ്രേഷ്ഠമായ മാല ധരിച്ചവരായി വിരോജോ അംബരോ നിർമ്മലങ്ങളായ വസ്ത്രങ്ങൾ ധരിച്ചവരായി കൃഷ്ണനും രാമനും ഈ ഗോപസ്ത്രീകളുടെ ഇടയിൽ നിന്നു. ഗോപസ്ത്രീകൾ ചുറ്റും നിന്നു. ഇവരെ നല്ലവണ്ണം ഒക്കെ ആഭരണങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്, നല്ലവണ്ണം അലങ്കരിച്ച് നല്ല മാലകളും നിർമ്മല വസ്ത്രങ്ങളൊക്കെ ധരിച്ച് രാമനും കൃഷ്ണനും ഗോപസ്ത്രീകളുടെ
നടുക്ക് നിൽക്കുകയായിരുന്നു. ഉപഗീയമാനോ ലളിതം സ്ത്രീജനൈർബദ്ധ സൗഹൃദൈഹി സ്വലങ്കൃതാനുലുപ്താംഗൗ ഷഗ്ഗിണൗ വിരജോംബര. ശ്ലോകം 22. നിശാമുഖം മാനയന്താവ് ഉദിതോ ഉടുപതാരകം മല്ലികാ ഗന്ധമത്താളി ജുഷ്ടം കുമുദവായുന. നിശാമുഖം മാനയന്തൗ ഉദിത ഉടുപതാരകം. ഉദിത ഉടുപതാരകം. ഉദിച്ചിരിക്കുന്ന ഉടുപ എന്ന് വെച്ചാൽ ചന്ദ്രൻ. ചന്ദ്രനോടും താരകം നക്ഷത്രങ്ങളോടും കൂടിയതായി. അതായത് സൂര്യൻ അസ്തമിച്ചു, നക്ഷത്രങ്ങളും ചന്ദ്രനും ആകാശത്ത് അലങ്കരിച്ച് നിൽക്കുകയാണ്. മല്ലിക ഗന്ധ മത്താളി ജുഷ്ടം. മല്ലിക പൂക്കളുടെ ഗന്ധത്താൽ മതിച്ചിരിക്കുന്ന വണ്ടുകളാൽ സേവിക്കപ്പെടുന്നതായി. കുമുദവായുന ആമ്പൽ പൂക്കളുടെ വാസനയുള്ള കാറ്റിനാൽ സേവിക്കപ്പെടുന്നതായ നിശാമുഖം. സന്ധ്യാസമയത്തെ മാനയന്തോ മാനിക്കുന്നവരായിരുന്നു. അതായത് സന്ധ്യാസമയമാണ്. സൂര്യൻ അസ്തമിച്ചു, നക്ഷത്രങ്ങളും ചന്ദ്രനുമെല്ലാം ഉദിച്ചു. ഇപ്പം ചന്ദ്രകിരണങ്ങൾ പരന്നപ്പോൾ ആമ്പൽ പൂക്കൾ വിരിഞ്ഞു. അതിൽ നിന്നും തട്ടിവരുന്ന നല്ല സുഗന്ധമുള്ള കാറ്റ് വീശി. പിന്നെ മല്ലിക പൂവിൻ്റെ സൗരഭ്യം കാരണം വണ്ടുകൾ അങ്ങനെ നാലുപാടും പറന്നു തുടങ്ങി. നിശാമുഖം മാനയന്താ ഉദിതോടുപതാരകം മല്ലികാ ഗന്ധമത്താളി ദുഷ്ടം കുമുദവായുന. നിശാമുഖ സന്ധ്യാസമയത്തെ മാനയന്തോ മാനിക്കുന്നവരായിരുന്നു. ശ്ലോകം 23. ജഗതു സർവഭൂതാനാം മനഃശ്രവണ മംഗളം തൗ കൽപ്പയന്തൗ യുഗപത് സ്വരമണ്ഡലമൂർച്ഛിതം. യുഗപത് ഏകകാലത്തിൽ സ്വരമണ്ഡലമൂർച്ഛിതം. സ്വരസമൂഹങ്ങളുടെ ആരോഹണ അവരോഹണ ക്രമത്തെ, അതായത് രാമകൃഷ്ണന്മാര് ഗോപസ്ത്രീകൾക്ക് സന്തോഷം ഉണ്ടാക്കാൻ വേണ്ടി നല്ല പാട്ട് പാടുകയാണ്. അപ്പോൾ സ്വരങ്ങൾ ആരോഹണ അവരോഹണ ക്രമത്തിൽ അവർ ഒരേ സമയത്തിൽ തന്നെ രണ്ടുപേരും പാട്ട് പാടുകയാണ്. സ്വരമണ്ഡലമൂർച്ഛ സ്വരസമൂഹങ്ങളുടെ ആരോഹണ അവരോഹണ ക്രമത്തെ കൽപ്പയന്തോ പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്ന തൗ അവർ രണ്ടുപേർ കൃഷ്ണരാമന്മാർ സർവഭൂതാനാം സകല ജീവികളുടെയും മനഃശ്രവണ മംഗളം മനസ്സിനും കാതുകൾക്കും സൗഖ്യമുണ്ടാകത്തക്കവണ്ണം ജഗതു പാടി. മനോഹരമായി അവർ ഒരേ സമയം തന്നെ പാടി. ജഗതു സർവഭൂതാനാം മനഃശ്രവണ മംഗളം തൗ കൽപ്പയന്തോ യുഗപത് സ്വരമണ്ഡലമൂർച്ഛിതം. ശ്ലോകം 24. ഗോപ്യസ്തദ്ഗീതമാകർണ്യ മൂർച്ഛിതാനാവിധന്നൃപ ശ്രംസത് ദുകൂലം ആത്മാനം സ്ത്രസ്തകേശസ്രജം തതഃ. ഗോപ്യഃ തത് ഗീതമാകർണ്യ മൂർച്ഛിത ന അവിധന്നൃപ ശ്രംസത് ദുകൂലം ആത്മാനം ത്രസ്തകേശസ്രജം തതഃ. നൃപരായ രാജാവേ, തദ്ഗീതം അവരുടെ ഗാനത്തെ ആകർണ്യം കേട്ടിട്ട് മൂർച്ഛിത ലയിച്ച ഗോപ്യഃ ഗോപസ്ത്രീകൾ സംശ്രദ്ദുകൂലം അഴിഞ്ഞു പോകുന്ന വസ്ത്രത്തോടും സ്ത്രസ്തകേശസ്രജ തലമുടിയിൽ നിന്ന് വീഴുന്ന മാലകളോടുകൂടിയ ആത്മാനം ദേഹത്തെ നാവിധൻ അറിഞ്ഞില്ല. അപ്പോൾ രാമകൃഷ്ണന്മാർ ഗാനം ചെയ്തപ്പോൾ ഗോപികൾ എന്ത് ചെയ്തു? അത് കേട്ട് അവരുടെ മനസ്സ് മുഴുവൻ അതിൽ ലയിച്ചു നിന്നു. അപ്പോൾ ലയിച്ചു നിന്നപ്പോൾ അവരുടെ ഉത്തരീയം തറയിൽ വീണതോ തലമുടി അഴിഞ്ഞു വീണതോ ആ പൂമാലകൾ തറയിൽ വീണതോ ഒന്നും അവർ അറിഞ്ഞില്ല. അവർക്ക് ആ ദേഹത്തിൻ്റെ സ്മൃതിയില്ലാത്തതായി. എല്ലാം ആ കൃഷ്ണരാമന്മാരിൽ തന്നെ മനസ്സ് ഉറപ്പിച്ച് ആ ഗാനമാധുര്യത്തിൽ മനസ്സുറപ്പിച്ചവർ നിന്നു. ഗോപ്യസ്തദ്ഗീതമാകർണ്യ മൂർച്ഛിതാനാവിധന്നൃപ ശ്രംസദ്ദുകൂലമാത്മാനം ത്രസ്തകേശസ്രജം ദദാ. 25. ഏവം വിക്രീഡതോ സ്വൈരം ഗായതോ സംഭ്രമത്തവത് ശംഖചൂഡ ഇതി ഖ്യാത ധനത അനുചരോ അഭ്യഗാത്. ഏവം വിക്രീഡതോ ഏവം വിക്രീഡതോഃ സ്വൈരം ഗായതോഃ
സംഭ്രമത്തവത് ശങ്കചൂഡ ഇതി ഖ്യാതഃ ധനദാത് ധനദ് അനുചര അഭ്യഗാത് ഏവ ഇപ്രകാരം സംഭ്രമത്തവത് ഏറ്റവും മതിച്ചവരെന്ന പോലെ സ്വൈരം ഇഷ്ടം പോലെ ഗായതോ പാടുന്നവരും, അതായത് ബലരാമനും കൃഷ്ണനും ആനന്ദത്താൽ മതിച്ചവരെ പോലെ, കാരണം എല്ലാ ഗോപ സ്ത്രീകളും ഇവരെ പാട്ട് ശ്രദ്ധിച്ചിരിക്കുകയാണ്. അപ്പോൾ അവർ അതിലങ്ങ് മതിച്ചതുപോലെ സ്വൈരം ഇഷ്ടം പോലെ ഗായത പാടുന്നവരും ക്രീഡിതോ കളിക്കുന്നവരുമായിരിക്കുമ്പോൾ, അപ്പോൾ അവരെ സ്വേച്ഛാനുസരണം കളിച്ചും പാടിയും ഒക്കെ കൊണ്ടിരിക്കുമ്പോൾ ആരവിടെ വന്നു? ശങ്കചൂഡൻ എന്ന് ഖ്യാതക പ്രസിദ്ധനായ ധനദാനുചരക, ധനദ എന്ന് പറഞ്ഞ കുബേരൻ്റെ ഭൃത്യൻ അഭ്യക, ശങ്കചൂഡൻ എന്നു പേരായ കുബേരൻ്റെ ഭൃത്യൻ അവിടെ എത്തിച്ചേർന്നു. ഏവം വിക്രീഡതോ സ്വൈരം ഗായതോ സംഭ്രമത്തവത് ശങ്കചൂഡ ഇതി ഖ്യാതോ ധനദാനുചരോഭ്യഗാത്. ശ്ലോകം 26. തയോർ നിരീക്ഷിതോ രാജൻ തന്നാദം പ്രമദാജനം ക്രോശയന്തം കാലയാമാസ ദിശി ഉദീച്യാം അശങ്കിതഃ. തയോഹ നിരീക്ഷിതഃ രാജം തന്നാഥം പ്രമദാജനം, രാജം എന്നുള്ളത് രാജൻ എന്നാകും. ക്രോശന്തം കാലയാമാസ ദിശി ഉദീച്യാം അശങ്കിതഃ. രാജൻ, ഹേ രാജാവേ, തന്നാഥം അവരാകുന്ന നാഥന്മാരോടു കൂടിയും ക്രോശന്തം നിലവിളിച്ചു കൊണ്ടിരിക്കുന്ന പ്രമദാജനം സ്ത്രീജനത്തെ തയോഹോ അവർ രണ്ടുപേർ നിരീക്ഷിതോ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ അശങ്കിത ശങ്കയില്ലാത്തവരായിട്ട് ഉദീച്യാം ദിശി വടക്ക് ദിക്കിനെ കാലയാമാസ വടക്ക് ദിക്കിലേക്ക് അവർ പോയി. അപ്പോൾ കൃഷ്ണനും ബലരാമനും പാട്ടും പാടി കളിച്ച് രസിച്ച് നിൽക്കുകയാണ്. ഈ സമയം കൊണ്ട് കുബേരൻ്റെ ഭൃത്യനായ ശങ്കചൂഡൻ വന്ന് ഈ സ്ത്രീകളെയെല്ലാം പിടിച്ചുകൊണ്ട് പോവുകയാണ്. ഇവർ നിൽക്കുന്നോ ഒന്നും നോക്കാതെ ഈ സ്ത്രീകളെ വടക്ക് ദിക്കിലേക്ക് ബലാൽക്കാരേണ അപഹരിച്ചു കൊണ്ടുപോവുകയാണ്. അവർ ഉച്ചത്തിൽ നിലവിളിക്കുകയാണ്, രാമനെയും കൃഷ്ണനെയും വിളിച്ച് കരയുകയാണ്. അപ്പോൾ കൃഷ്ണൻ രാമനും അവിടെ ഉണ്ട്, തങ്ങൾക്ക് നാശം വരും എന്നൊന്നും ചിന്തിക്കാതെ അവർ വടക്ക് ദിക്കിലോട്ട് ഇവരെ കൊണ്ടുപോവുകയാണ്. തയോർ നിരീക്ഷ്യതോ രാജൻ തന്നാദം പ്രമദാജനം ക്രോശന്തം കാലയാമാസ ദിശുദീച്യാമശങ്കിതഃ. ശ്ലോകം 27. ക്രോശന്തം കൃഷ്ണരാമേതി വിലോക്യ സ്വപരിഗ്രഹം യഥാനദസ്യുനാഗ്രസ്ത പ്രാതാവ് അന്വധാവതാം പ്രാതരാവ് അന്വധാവതാം പ്രാതരവ് അന്വധാവതാം ചേർത്ത് വായിച്ചാൽ മതി. പ്രാതരാവ് അന്വധാവതാം. കൃഷ്ണരാമ ഇതി അവർ വിളിച്ചതെങ്ങനെയാണ്? ഹേ കൃഷ്ണ, ഹേ രാമ എന്ന് ക്രോശന്തം നിലവിളിക്കുന്ന സ്വപരിഗ്രഹം തങ്ങളുടെ ആ സ്വജനത്തെ ദസ്വിന കള്ളനാൽ ഗ്രസിക്കപ്പെട്ട ഗാഹായത പശുക്കളെ എന്ന പോലെ, കള്ളന്മാർ പശുക്കളെ പിടിച്ചുകൊണ്ട് പോകും പോലെയാണ് ഇവർ ഈ ഗോപസ്ത്രീകളെ പിടിച്ചുകൊണ്ട് പോയത്. അത് വിലോക്യ കണ്ടിട്ട് പ്രാതരവും സഹോദരന്മാർക്ക് ബലരാമനും കൃഷ്ണനും അന്വധാവതാം അവരെ പിന്തുടർന്നു. ക്രോശന്തം കൃഷ്ണരാമേതി വിലോക്യ സ്വപരിഗ്രഹം യഥാഗാതസുനാഗ്രസ്ത പ്രാതരാവന്വധാവതാം. ശ്ലോകം 28. മാ ഭൈഷ്ഠേത്യ അഭയാരാവോ സാലഹസ്തൗ തരസ്സിനൗ ആസേതുസ്തം തരസാ ത്വരിതം ഗുഹ്യകാമദം. മാ ഭൈഷ്ഠ ഇതി അഭയാരാവോ സാലഹസ്തൗ തരസ്സിനൗ ആസേതുഹു തം തരസാ ത്വരിതം ഗുഹ്യകാധമം. മാ ഭൈഷ്ഠ. അപ്പോൾ ഇവരെ ഉടനെ തന്നെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട, മാ ഭൈഷ്ഠ പേടിക്കണ്ട എന്ന്. അഭയാരാവോ അഭയത്തെ നൽകുന്ന ശബ്ദത്തോടു കൂടിയവരായി സാലഹസ്ത സാലമരത്തെ കൈകൾ
മരമൊക്കെ എടുത്ത് കൈകളിൽ പിടിച്ച്, സാലവൃക്ഷം എന്ന് വെച്ചാൽ പന, തരസ്സിനോ അതിവേഗമുള്ളവരായിരിക്കുന്ന അവർ തരസ ബലത്തോടുകൂടി, ഗുഹ്യകാതമം ഗുഹ്യകന്മാരിൽ വെച്ച് നീചനായിരിക്കുന്ന തം അവനെ ത്വരിതം വേഗത്തിൽ ആസേതു പ്രാപിച്ചു. അപ്പം നീചനായ ഗുഹ്യകന്റെ സമീപത്ത്, ചങ്കചൂടന്റെ സമീപത്ത് ബലശാലികളായ രാമനും കൃഷ്ണനും ഭയപ്പെടേണ്ടെന്ന് വിളിച്ച് 2 കൈകളിലും 2 മരം പിഴുതെടുത്തുകൊണ്ട് ഓടുകയാണ്. മാഭൈഷ്ടേത്യ അഭയാരാവൂ സാലഹസ്തൗ തരസ്സിനൗ ആസേതുസ്തം തരസാ ദുരിതം ഗുഹ്യഗാധമം. ശ്ലോകം 29. സാവീക്ഷ്യതാൻ അനുപ്രാപ്തൗ കാലമൃത്യു വിഭോതിജൻ വിസൃജ്യ സ്ത്രീജനം മൂഢ പ്രാദ്രവത് ജീവിതേച്ഛയാ. കാലമൃത്യുവ കാലമൃത്യുക്കൾ എന്ന പോലെ, അതായത് കാലവും മൃത്യുവും മരണസമയവും അന്തകനും എന്ന പോലെ, അനുപ്രാപ്തവും പിന്നാലെ വരുന്ന, 2 പേര് പോകുന്നല്ല, ഒന്ന് കാലവും ഒന്ന് അന്തകനും എന്ന പോലെ, തൗ 2 പേരെ വീക്ഷ കണ്ടിട്ട്, ഉദ്ദിജൻ ഭയപ്പെടുന്ന, മൂഢനായ സഹ അവൻ, സ്ത്രീജനത്തെ വിസർജ്യ ഉപേക്ഷിച്ചിട്ട്, ജീവിതത്തിൽ ഇച്ഛ കൊണ്ട് പ്രാദ്രവത് ഓടി. കൃഷ്ണരാമന്മാരെ കണ്ടപ്പോൾ അവൻ എന്ത് ചെയ്തു? സ്ത്രീകളെ ഉപേക്ഷിച്ച് ജീവനും കൊണ്ട് ഓടി. സവീക്ഷ താവ അനുപ്രാപ്തവും കാലമൃത്യു വിഭോദ്ധിജൻ വിസൃജ്യ സ്ത്രീജനം മൂഢ പ്രാദ്രവത് ജീവിതേച്ഛയാ. ശ്ലോകം 30. തമ്മന്വധാവത് ഗോവിന്ദോ യത്ര സഥാവതി ജിഹീർഷിർത്തശിരോരത്നം തസ്തൗ രക്ഷൻ സ്ത്രീയോ ബലാം. എത്ര ഏതേത് ദിക്കിൽ സഹ അവൻ ധാവതി ഓടുന്നു, ഗോവിന്ദ കൃഷ്ണൻ തശിരോരത്നം അവൻ്റെ ശിരസിലെ രത്നത്തെ, അവ ഓടിയപ്പോൾ അവൻ്റെ പിന്നാലെ ഓടി, അവൻ്റെ ശിരസിൽ ഒരു രത്നം ഉണ്ടായിരുന്നു, അതിനെ ജിഗീർഷു അതിനെ എടുക്കാൻ ഇച്ഛിക്കുമെന്നായിട്ട് അവനെ അന്വധാവൻ അവൻ്റെ പുറകെ ഓടി. ബലരാമൻ സ്ത്രീകളെ രക്ഷിക്കുന്നവനായിട്ട് സ്ഥിതി ചെയ്തു. ബലരാമൻ സ്ത്രീകളെയും കൊണ്ടുപോകുന്നപ്പോൾ ഭഗവാൻ അവൻ്റെ പുറകെ പോയി അവൻ്റെ തലയിലെ രത്നം എടുക്കാൻ വേണ്ടി അവൻ്റെ പുറകെ ഓടി. തമ്മന്വധാവത് ഗോവിന്ദോ യത്ര സഥാവതി ജിഹൂർഷിത്തശിരോരത്നം തസ്തൗ രക്ഷൻ സ്ത്രീയോ ബലാം. ശ്ലോകം 31. അഭിദൂരൈവാഭ്യേത്യ ശിരസ്തസ്യ ദുരാത്മന ജകാരമുഷ്ടിനയേവാംഗ സഹ ചൂടാമണിം വിഭു. അവിദൂര ഇവ അഭ്യേത്യ ശിരഃ തസ്യ ദുരാത്മനഃ ജകാര മുഷ്ടിന ഏവ അംഗ സഹ ചൂടാമണിം വിഭു സർവത്തിനും സമർത്ഥൻ, ദുരാത്മന ദുഷ്ടനായ തസ്യ അവൻ്റെ, അവിദൂരേ ഇവ സമീപത്തിൽ തന്നെ അഭേത്യ പ്രാപിച്ചിട്ട്, അംഗ ഹേ രാജാവേ, സഹ ചൂടാമണി രത്നത്തോടുകൂടി ശിരസിനെ മുഷ്ടിനായിവ മുഷ്ടി കൊണ്ട് തന്നെ ജഹാര ഹരിച്ചു. അപ്പോൾ ഭഗവാൻ എല്ലാത്തിനും സമർത്ഥനായ ഭഗവാൻ എന്ത് ചെയ്തു? ശംഖചൂടൻ്റെ അടുത്ത് ഓടിയെത്തിയിട്ട് കൈകൊണ്ട് അവൻ്റെ ശിരസർത്ത് അതിലുള്ള രത്നം അപഹരിച്ചു. അപ്പം അങ്ങനെ ശംഖചൂടനെ ഭഗവാൻ വധിക്കുന്നു. അപ്പോൾ ഓടുന്നവനെ സംഹരിക്കുന്നത് അനുചിതമാണ് എന്ന് പറയുന്നെങ്കിലും, പക്ഷേ യവൻ കള്ളനാണ്, ആദതായിയാണ്, സ്ത്രീകളെ അപഹരിച്ചവനാണ്. അപ്പോൾ അവനെ കൊല്ലുന്നതിൽ ഒരു അധർമ്മവും ഇല്ല. അവിദൂരൈവാഭ്യേത്യ ശിരസ്തസ്യ ദുരാത്മന ജകാര മുഷ്ടിഭിരേവാംഗ സഹ ചൂടാമണിം വിഭു. ശ്ലോകം 32. സംഘചൂടം നിഹത്യേവം മണിമാതായ ഭാസ്വരം അഗ്രജ അദാദത് പ്രീത്യ പശ്യന്തീനാം ച യോക്ഷിതാം. ശംഖചൂടം നിഹത്യ ഏവം, ഇപ്രകാരം ശംഖചൂടനെ നിഹത്യ കൊന്നിട്ട്, മണിം ആദായ ഭാസ്വരം മണിം ആദായ ഏറ്റവും ശോഭയുള്ള അവൻ്റെ ശിരസിലെ രത്നത്തെ സ്വീകരിച്ചിട്ട്, പശ്യന്തീന നോക്കി നിൽക്കുന്ന യോഷിത സ്ത്രീകളുടെ മധ്യത്തിൽ പ്രീത്യ അവരുടെ പ്രീതിയോടുകൂടി അഗ്രജായ ജ്യേഷ്ഠനായിക്കൊണ്ട് ആ മണിയെ കൊടുത്തു, ശിരോരത്നത്തെ കൊടുത്തു, ബലരാമന് കൊടുത്തു. അപ്പം അങ്ങനെ ഭഗവാൻ ശംഖചൂടനെ വധിച്ചു. അപ്പോൾ അവൻ്റെ ആ മതം അവസാനിപ്പിക്കാനാണ്, ഭഗവാന്റെ മുമ്പെയാണ് സ്ത്രീകളെ അപഹരിച്ചോട്ട് പോയത്. അപ്പോൾ അവനെ വധിച്ചു, അവനുള്ള ശിക്ഷയും കൊടുത്തു.
അപ്പോൾ ദുഷ്ടന്മാരെ ശിക്ഷിക്കാനാണല്ലോ ഭഗവാന്റെ അവതാരം. അപ്പം അങ്ങനെ അവനെ കൊല്ലുകയും ചെയ്തു. അവൻ്റെ ശിരസിലുള്ള രത്നത്തെ എടുത്ത് ജ്യേഷ്ഠന് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ എല്ലാവരും ഗോപസ്ത്രീകളെല്ലാം സന്തോഷിച്ചു. ശംഖചൂടം നിഹത്യേവം മണിമാതായ ഭാസ്വരം അഗ്രജായ അതദാത് പ്രീത്യ പശ്യന്തീനാം ചയോക്ഷിതാം. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ ദശമസ്കന്ധേ പൂർവാർത്തെ ശംഖചൂടവധോ നാമ ചതുത്രിംശോധ്യായ സമ്പൂർണം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്.